വല്ല തരമുഴുവും ഉണ്ടോ കുഞ്ഞെ? പലപ്പോഴായിട്ട് കരുതിയ എല്ലാം കൂടി 300 രൂപ ഉണ്ട് കയ്യിൽ. പിന്നെ പിള്ളേരുടെ തള്ളയുടെ മുതലായിട്ട് ആകെയുള്ള ഒരു ജോഡി കാതുവളയാ, അത് വിറ്റൊന്ന് കൂട്ടിക്കോ. എന്നാലും കൂടി വരുന്നേ ഒരു 100 രൂപ കാണും. പിന്നെ കെട്ടും ചിലവും ഇല്ലയോ. പിന്നെയോ താഴെ ഒരുത്തിയും കൂടെ നിൽക്കുന്നു, അതും കാണണ്ടായോ. ഇനിയിപ്പോൾ ഈ ബന്ധം നിൽക്കട്ടെന്ന് പറഞ്ഞേക്കാമെന്ന് വിചാരിക്കുക. ചോദിക്കാനും വാങ്ങാനും ഒക്കെ ആയിട്ട് നമുക്കിപ്പോഴ് ബന്ധുക്കളും ശേഖരമൊന്നും ഇല്ലല്ലോ. അതയ്യോ അതിനേക്കായി പാട്. അടുപ്പമുള്ളവരെന്നും പറഞ്ഞുള്ള പെമ്പറിനകത്തൊരു അനിയത്തിയുടെ വീടാണ്. അവർ 3 നേരം അന്നം തിന്ന് കിടക്കുന്നത് തന്നെ തമ്പുരാൻ്റെ വലിപ്പം കൊണ്ടാണ്. അതിനിടെ കയറി എന്താവും ഞാൻ ചോദിച്ചുകൊണ്ട് ചെല്ലുന്നത്. വല്ലവരും കേട്ടാൽ പറയത്തില്ലയോ. അല്ലേ തന്നെ നേരും ബന്ധവും നോക്കിയാൽ അവർ നമുക്ക് എന്തെങ്കിലും ചെയ്യേണ്ടെന്ന് ആവശ്യമുണ്ടോ? വിട്ടില്ലല്ലോ, നീ എന്തോ ചെയ്യും? എല്ലാവരും കാണും. അപ്പുറത്ത് അമ്മച്ചിയുണ്ട്. അമ്മച്ചി കളവനുമായിട്ട് സംസാരിക്കുമല്ലോ. അല്ലേ തന്നെ മുതലാളിക്ക് സംശയമുണ്ട്. ഇന്നാൾ എന്നോട് ഏതാണ്ട് അർത്ഥം വെച്ച് സംസാരിക്കുകയും ചെയ്തു. മുതലാളിക്ക് സംശയം? നിനക്കെപ്പോഴും മുതലാളിയുടെ സംശയമുള്ളൂ. അല്ലേ, ഈ മുതലാളി എന്ന് പറയണ ആരാ? ജോണിക്കുട്ടിച്ചായന്റെ അപ്പനല്ലയോ? അതാ പറഞ്ഞേ, അങ്ങേരന്റെ അപ്പനാ. അപ്പൻ. പിന്നെ ഞാൻ എന്തുവാ വേണ്ടെന്ന് പറ. ഞാനൊന്നും ഇല്ലാത്തോളായിപ്പോയില്ലയോ? അതുകൊണ്ടല്ലയോ നിങ്ങളുടെയൊക്കെ വടക്കേത്ത് വന്ന് കിടക്കുന്നേ. നിങ്ങൾക്കൊക്കെ എന്തോ ആവാലോ. അല്ലേലും ജോണിക്കുട്ടിച്ചായൻ പറയുന്ന പോലെ അല്ല. എന്നോട് എന്തെങ്കിലും സ്നേഹമുണ്ട് ഇത് എനക്ക് പറയോ? എന്നെ തന്നെയാ പറയണ്ടേ. ആണ്ടേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇനി എന്നെ കാണുമ്പോഴേ വലിയ വർത്താനം പറഞ്ഞോണ്ട് വന്നേക്കരുത്. ഞാനൊരു പാവ. ഇച്ചിരി കഞ്ഞി കുടിക്കാനെ കൊണ്ടാ നിങ്ങളുടെ അങ്ങ് വന്ന് കിടക്കുന്നേ. കറ്റാന് തന്നെ അങ്ങേരെ മക്കളെ പോറ്റാൻ വേണ്ടി എന്നെ വിൽക്കും. ഇവിടെ ആന്നേലും ഇങ്ങനെ സ്വന്തമായിട്ടൊരു കുടി പോലും ഇല്ലാത്തവളായി പോയില്ലയോ ഞാൻ. നിർത്ത്, കരച്ചിൽ നിർത്താൻ. പെണ്ണുങ്ങള് കരയുന്നത് എനിക്കിഷ്ടമല്ല. എന്റെ കുഞ്ഞുനാള് മുതലേ ഇന്നേ വരെയും ഞാൻ കണ്ടിട്ടുള്ള എന്റെ അമ്മച്ചി കരയുന്നതാ. കരയുന്ന എന്തോയിനാന്ന് പോലും അറിയത്തില്ല അവർക്ക്. ദേ, കരഞ്ഞേച്ച് കാണരുത് നിന്നെ. ഇനി മനസ്സിൽ ഞാൻ ഒരു കൂട്ടം കരുതിയിട്ടുണ്ട്. ഇനി അങ്ങനെയല്ലേ, ഞാൻ പിന്നെ മുന്നും പിന്നും നോക്കത്തില്ല. പെണ്ണെവിടെ പോയേക്കുവാ? ദേ, അമ്മച്ചി വിളിക്കുന്ന. ഇച്ചിരി മാറിയേ. പെണ്ണേ,
ദൈവമേ. അപ്പാപ്പൻ കൊച്ചിന്റെ കെട്ടൊന്നും മുടക്കിയേക്കല്ല്. ഇതിപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പോവാനും വരാനുമുള്ള ഇച്ചിരി ഉണ്ട്. ഇവിടുത്തെ ആള് വരുമ്പോഴും ഞാൻ പറയാം, ഇപ്പൊ ഇത് വെച്ചാട്ടെ. ഇതൊന്നും വേണ്ടായിരുന്നു കുഞ്ഞെ. പിന്നെ കുഞ്ഞിന്റെ നല്ല മനസ്സല്ലയോ. പെണ്ണെ, നിനക്ക് വീട്ടിൽ പോവാൻ വല്ലതും വേണേ അപ്പാപ്പന്റെ കൂടെ പോയേച്ചിങ്ങുവാ. എന്തോ ആയാലും അവിടെ ഒരു നല്ല കാര്യത്തിന് ഒരുങ്ങിയിരിക്കുമല്ലയോ. തന്നെയുമല്ല, വിചാരിക്കുമ്പോ ഓടിപ്പോവാനെ കൊണ്ട് പറ്റത്തുമില്ലേ. ആ അതല്ലയോ പറഞ്ഞേ. കുഞ്ഞ് പറയുമായിരുന്നു, പൊന്നമ്മമ്മയുടെ കെട്ടിയോൻ ജോയിച്ചൻ വന്നാൽ പിന്നെ കുറേ ദിവസം അതിൻ്റെ പാടാന്ന്. എന്നാൽ പിന്നെ അതിന് മുമ്പേ പോയിച്ചിങ് വരാമല്ലോ. പിന്നെ മോലാളിയോട് കുഞ്ഞു പറഞ്ഞോളാമെന്ന്. നീ എന്തവാ ഒന്നും മിണ്ടാതെയും കണ്ട് നിക്കുന്നേ? എടി, നിന്നെ വളർത്തി വലുതാക്കിയ അപ്പാപ്പനല്ലയോ? അപ്പാപ്പന്റെ മക്കള് നിന്റെ ഏളേത്തങ്ങളല്ലയോ? അവരെ കാണണ്ടായോ നിനക്ക്? അവരാന്നേ നിന്നെ കാണാനെ കൊണ്ട് ആശിച്ച് നിൽക്കുക. ഇറങ്ങിയപ്പോഴും ചോദിച്ചു. ആണ്ട കുഞ്ഞെ, കാര്യം പറഞ്ഞാൽ കൂടപ്പിറപ്പൊന്നുമല്ല, വകയെ ബന്ധമാണ്. എന്നാലും വീട്ടിലെല്ലാവരും മൂത്തോക്ക് റീത്താമെന്ന് പറഞ്ഞാൽ ജീവന. എന്ന് വെച്ചാ അങ്ങനെ ഇല്ലയോ കുഞ്ഞെ കഴിഞ്ഞ് രാത്രി പ്രാർത്ഥിച്ചേച്ചും ചോറ് വിളമ്പി കഴിക്കുമ്പോൾ അവൾ ഇന്നലെയും കൂടെ പറഞ്ഞു, റീത്താമ്മ എന്തുമായിരിക്കും ചെയ്യുന്നതെന്ന്, ഊണ് കഴിച്ച് കാണുമോന്ന്. ഞാൻ പറഞ്ഞു, കുഞ്ഞെ അവൾക്ക് സുഖമാണ്, സ്വന്തം വീട്ടിലല്ലയോ താമസിക്കുന്നത്, പിന്നെ എന്താ പാവേണ്ടേന്ന്. അതാ അപ്പാപ്പ കൂടപ്പറപ്പുകൾ തമ്മിലുള്ള സ്നേഹം. അതാ പറഞ്ഞ. ആടെ ഇത്രേ ഉള്ളപ്പോഴും ചാക്കാല വീട്ടിൽ നിന്ന് കൈക്ക് പിടിച്ച് കൊണ്ടുവന്നയാ ഈ നിൽക്കുന്ന ഏവള ഞാൻ. അപ്പനും ഇല്ല അമ്മയും ഇല്ല, നോക്കാനെ കൊണ്ട് ആരുമില്ല. അടക്കം കഴിഞ്ഞേച്ച് വീട്ടിലോട്ട് വന്നപ്പോഴും മാനവും നോയിക്കൊണ്ട് നിൽക്കുക. ആ നിപ്പ് കണ്ടേച്ച് അങ്ങനെ വിട്ടേച്ച് പോരാൻ പറ്റുമോ കുഞ്ഞ്? എന്റെ കുടിയിലും ഇല്ലയോ എവളെ കൂട്ടത്തിൽ രണ്ടെണ്ണം. അതാ പറഞ്ഞു. അന്ന് കൈക്ക് പിടിച്ചുകൊണ്ട് വന്ന് പഠിക്കലോട്ട് കയറുമ്പം മൂത്തവൾ വന്ന് ഇവിടെ കൈക്ക് പിടിച്ചേച്ച് ചോദിച്ചു, ഇതാരാ അപ്പാന്ന്. നിന്റെ കൂടപ്പുറപ്പാന്നാ കുഞ്ഞാ ഞാൻ പറഞ്ഞു കൊടുത്ത്. അതിൽ പിന്നെ വ്യത്യാസം വല്ലതും ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു നോയിക്കൊണ്ടാണ് കുഞ്ഞു. ആണ്ട നിൽക്കുന്നല്ലോ. അപ്പാപ്പന അതിന്റെ പുണ്യം കിട്ടും, തമ്പുരാൻ അറിയത്തില്ലയോ. എന്നാ പിന്നെ നോയിക്കൊണ്ട് നിക്കാതെ പോയി ഒരുങ്ങിച്ചു വാടി. കറ്റാനത്ത് വരെയും പോണ്ടായോ? ഞാൻ ഇങ്ങോട്ട് പോകുന്നില്ല കൊച്ചമ്മേ. ഏ, പോന്നില്ലയോ? എന്തോ വാടി, എന്തോ വാടി, എന്തോ പറ്റി നിനക്ക്? ഞാൻ കറ്റാനത്തോട്ട് പോകുന്നില്ലെന്ന്. ഇത്രയും ദിവസവും ഞാൻ നോക്കാൻ വരാത്തതിന്റെ കുത്തിക്കറുവായിരിക്കും അല്ലേ? വിശ്വാസമുള്ളിടത്ത് തരുന്നുണ്ടല്ലയോ? അതെന്താ അറിയാൻ വയ്യാത്ത? വെറുതെ കൊണ്ട് കറിച്ചാലെങ്ങനെ? അതും കൊള്ളാം. എനിക്കൊന്നും പറയാനെ കൊണ്ടില്ല. അപ്പാപ്പ മുതലാളിയെ കണ്ട് ഈ മാസത്തെ തുകയും വാങ്ങിച്ചു പോയരെ. കാര്യങ്ങൾ നടക്കട്ടെ. അപ്പാപ്പൻ നില്ല്. ഓ, ഈ പെണ്ണ് എന്തിയേ? അല്ലേ, നീ ഇവിടെ വന്നു കരയുവാന്നോ? അപ്പാപ്പന്റെ മനസ്സ് വിഷമിക്കത്തില്ലയോ? അങ്ങോട്ട് ചെന്നേ നീ പോയി രണ്ട് നല്ല വാക്ക് പറഞ്ഞേ. കറ്റാനത്തോട്ട് എന്നെ കൂട്ടിക്കൊണ്ട് പോവാനായിട്ട് വരണ്ടെന്ന് പറഞ്ഞേര്. കുഞ്ഞേ, കുഞ്ഞെന്തിയേ? ദാ വരുന്നു.
അപ്പാപ്പ അവള് വരുന്നില്ലെന്നാ പറയുന്നേ. അവളെ ഇനിയും പറഞ്ഞ് നിർബന്ധിക്കണ്ട കുഞ്ഞെ. അവക്ക് വരാൻ തോന്നുമ്പോഴും വരട്ടെന്ന്. അല്ലേ, വിശ്വാസം ഇല്ലാത്തടത്തൊന്നും അല്ലല്ലോ അവള് നിൽക്കുന്നേ. ഞാൻ എന്തുവാ അപ്പാപ്പ പറയണ്ടേ? എന്നാ പിന്നെ ഞാൻ ഇറങ്ങുവാ കുഞ്ഞെ. ഇനിയും താമസിച്ച പറക്കോടിനുള്ള വണ്ടിയും പോവും. എന്നാട്ടെ. ആട്ടെ. അല്ല ടീച്ചറെ, നമ്മൾ എങ്ങോട്ടായി നടക്കുന്നത്? നടന്ന് വഴി തീരാറായി. ദേ, ഇനി ഒരു 2 വാരം നടന്ന ടീച്ചർ അങ്ങോട്ടും ഞാൻ ഇങ്ങോട്ടുമാ. ടീച്ചറെ, ഞാൻ വെറുതെ ചോദിച്ചതല്ല. ശരിക്കും നമ്മൾ എങ്ങോട്ടായി നടക്കുന്നത്? ക്ഷമിക്കണം, ഞാൻ സാറിന് അസൗകര്യം ഉണ്ടാക്കിയെങ്കിൽ. അസൗകര്യമോ? അത് കൊള്ളാം. ഞാൻ പറഞ്ഞത് ടീച്ചറിൻ്റെ കാര്യമാണ്. ടീച്ചർ എത്ര നേരമാണ് ഇങ്ങനെ ഒഴിഞ്ഞു നടക്കുന്നതെന്ന്. ഒഴിഞ്ഞു നടക്കാനോ? ഒഴിഞ്ഞടപ്പ് തന്നെ. അല്ലാതെ എന്താ ഇതിന് പറയുന്നേ? എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞാണ് നമ്മൾ ഈ നടപ്പ് തുടങ്ങിയത്. ഇപ്പം അതേണ്ട വഴിയും തീർന്നു, ടീച്ചറൊന്നും പറഞ്ഞില്ല. പിന്നെ ഞാനെന്ത് പറയണം? ടീച്ചറിന് നല്ല വിഷമമുണ്ട്. മുഖം കണ്ടാലറിയാം. വിഷമം കാണും, അത് നേരാ. പക്ഷേ ഒന്നോർത്താ ഇതീ വിഷമിക്കല്ല വേണ്ടത്, സന്തോഷിക്കുക. ചിലപ്പോൾ അതിന് പറ്റിയില്ലേലും അത് തന്നെ വേണ്ടത്. എൻ്റെ അമ്മച്ചി പറയും, അവരുടെ 3 ഒടപ്പറന്നോത്തിമാരും മരിച്ചുപോയതാ. 3 പേർക്കും ഓരോ ദീനമായിരുന്നു. അവരെ ഓർത്ത കണ്ണി വെള്ളം നിറച്ചേച്ചും പറയും, അവർ പോയത് നന്നായിന്ന്. സാറ് വിചാരിക്കുന്ന പോലെ എനിക്കിത് വിഷമമൊന്നുമില്ല. റാഹിലമ്മ മരിച്ചു പോകാൻ ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചിട്ടുണ്ട്. നേരാ പറയുന്ന, ഒരുപാട് അനുഭവിച്ചായിരുന്നു അവള്. സാറിനറിയാവോ, അവിടെ സ്ഥാനത്ത് ഞാനായിരുന്നേ ഇത് മുന്നേ ചെയ്തേനെ. എനിക്കന്ന് ഇത്രയും നാൾ കാത്തിരിക്കാൻ ജീവിതത്തിലൊന്നും കാണത്തില്ലായിരുന്നു. ഇതിപ്പോഴും എനിക്കൊന്നും അറിയാൻ പറ്റുന്നില്ല. ടീച്ചർ പറയുന്ന കേട്ടാ തോന്നും ടീച്ചറിന്റെ ചേട്ടത്തി മരിക്കാതിരിക്കാൻ വേണ്ടി കാത്തിരുന്നായിരുന്നെന്ന്. എനിക്ക് തോന്നിയതാ അങ്ങനെ അങ്ങനെ അവള് മരിക്കാതിരിക്കാൻ വേണ്ടി കാത്തു നോക്കിയെന്ന്. പക്ഷേ ആരെ അവർ കാത്തത്? ഒരിക്കൽ മിന്നുകെട്ടി ഇട്ടേച്ച് പോയ അയാളെയോ? അതോ ദീനം മാറി സുഖപ്പെടുമെന്ന് വിചാരിച്ചിട്ടോ? പറ, ടീച്ചറിനറിയാവുന്ന എന്താന്ന് വെച്ചാ പറ. അവര് മരിക്കാതിരിക്കാൻ കാത്തിരുന്നേ ആരെയാ? അത് എന്നെ ആയിരുന്നൊരു തോന്നല്. ടീച്ചറിനെയോ? എന്നുവെച്ചാ ടീച്ചറെ അവക്ക് ശ്വാസം പോകുന്നവരെ തുണയ്ക്ക് ഞാൻ ആ വീട്ടിൽ കാണുമെന്ന് അവള് വിചാരിച്ചെന്ന് തോന്നുന്നു. ആ വിശ്വാസത്തിന് ഇളക്കം തട്ടിയപ്പോഴായിരിക്കും അവളിങ്ങനെ ഒരു തീരുമാനം എടുത്തത്. തെളിച്ചു പറഞ്ഞട്ടെ. അവക്ക് കൂട്ടിന് ഞാൻ ഉണ്ടാവത്തില്ല എന്ന് അവള് വിചാരിച്ചു കാണും. ടീച്ചർ പറയുന്നത് ശരിക്കും മനസ്സിലാവുന്നില്ല. എന്നാ എല്ലാരേക്കാളും എനിക്കൊരു കുടുംബം ഉണ്ടാകാൻ ആഗ്രഹിച്ചിരുന്നേ അവളാ. ഞാൻ എങ്ങനെ കഴിഞ്ഞാലും വേറെ ആർക്കും ഒന്നുമില്ല. എന്നെ ഓർത്ത് കരഞ്ഞിട്ടുള്ളേം ഏറ്റവും കൂടുതൽ അവളായിരുന്നു. അതെനിക്ക് നല്ലോണം അറിയാം. എന്നിട്ട് അവൾ അങ്ങനെ ചിന്തിച്ചെന്തിനാന്ന മനസ്സിലാവാത്ത.
മനസ്സിലുള്ളത് തുറന്നു പറയാൻ എനിക്ക് ആരുമില്ല. അതുകൊണ്ടാ കുറച്ചു ദിവസമായിട്ട് മനസ്സ് നൊന്ത് നീറുക. ജീവിതത്തിൽ ആരും ആരെയും കാത്തു നിൽക്കുന്നില്ല. ചിലപ്പോൾ അതിന് പറ്റിയെന്നും വരത്തില്ല. കാത്തു നിന്നും നമുക്ക് തോന്നിയ അതൊരു വെറും തോന്നല. ഈ ഭൂമി നിശ്ചലവാന്നൊക്കെ തോന്നുന്ന പോലെ. മരിക്കുന്നതിന് ഇത്രേ നാൾ കാലത്ത് അവിടെ പഴയ മിന്നുമാല എടുത്ത് എനിക്ക് തന്ന്, അപ്പോഴ് അവിടെ മുഖത്തൊരു അമ്മയുടെ ഭാവമായിരുന്നു. കുഞ്ഞിന്റെ കെട്ടിന് പൊട്ടും പൊടിയും സമ്പാദിച്ചു വെക്കുന്ന അമ്മമാരെ കൂട്ട്. പക്ഷെ അപ്പോഴും അവിടെ മനസ്സിൽ മരിക്കുന്ന വിചാരമൊന്നും അറിഞ്ഞില്ലല്ലോ കർത്താവേ ഞാൻ. കരയാതിരിക്കെ. കരച്ചില് തനിച്ചാവുമ്പോൾ ദൈവത്തോടുള്ള സംസാരമാണ്. മനുഷ്യർ തമ്മിൽ സംസാരിക്കുന്നേ കണ്ണി വെള്ളം നിറച്ചോണ്ടല്ല വേണ്ടത്. പറയുന്ന കേൾക്ക്, കേൾക്കാൻ. ജീവിതപരിചയം ഉള്ളതുകൊണ്ട് പറയുക. താൻ വിചാരിക്കുന്ന പോലെ അവരുടെ മനസ്സിൽ അങ്ങനെയൊന്നും കാണത്തില്ല. അവര് അവരുടെ ആഗ്രഹം പറഞ്ഞതായിരിക്കും. അതല്ല, എനിക്കത് ഒരുപാട് നീറിയില്ലയോ അവര്. തനിച്ചാവുന്നവര് മനസ്സ് നീട്ടിയാ കഴിയുന്നേ. ഇവിടെ ഇപ്പോഴും അവരെ തനിച്ചാക്കിയത് വിധിയാ, അല്ലാതെ മനുഷ്യരായ നമ്മൾ ആരുമല്ല. ഒരുപാടായപ്പോഴ് വിധി അവരെ കൊണ്ടുള്ള കളി മതിയാക്കിയതാ. ജീവിതത്തിൽ വിധി ഒറ്റപ്പെടുത്തുന്നവരെ മനസ്സിലാക്കാൻ പറ്റും നമുക്ക്. പക്ഷേ മനുഷ്യൻ സ്വയം ഒറ്റപ്പെടാൻ തീരുമാനിക്കുന്നതാ മനസ്സിലാവാത്തത്. ഞാൻ പറഞ്ഞത് കുട്ടിയമ്മയുടെ കാര്യം തന്നെ. ഒന്നും ആരും ഒറ്റയ്ക്ക് തീരുമാനം എടുക്കുന്നതല്ല. ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്നുമില്ല. അതാ ഇപ്പൊ മനസ്സിന് നീറ്റുന്നത്. കുട്ടിയമ്മേ, ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും അനൗചിത്യം ഉണ്ടോയെന്നറിയത്തില്ല. എന്നാലും പറയുക, താൻ ഒറ്റയ്ക്കല്ല. തനിച്ച് ജീവിക്കാനാണേലും ഇയാൾ ഒറ്റയ്ക്കാന്ന് വിചാരിക്കണ്ട. വേണ്ടേ, ഇത്ര അകലത്തിൽ ഞാനുണ്ടാവും, നിഴല് പോലെ. എനിക്കുമില്ല വേറൊന്നും കാത്തിരിക്കാൻ. കാത്തിരിക്കുന്നതിന് ആരുടെയും തീരുമാനം അറിയാൻ വേണ്ടല്ലോ. ഞാൻ പോവാ. ലീലാമ്മയ്ക്ക് കാപ്പിയിട്ട് കൊടുക്കണേ. ഞാൻ ചെന്നാലേ ഒക്കത്തുള്ളൂ. അമ്മച്ചി ഒറ്റ ഇരിപ്പാ. ആരോടും ഒന്നും ഒരിടത്തില്ല ഇപ്പോഴും. ചെല്ല്, നേരവും വൈകി വരുവാ. കുടുംബത്തിലെ കാര്യമൊക്കെ തീർന്നേം വെച്ച് പിന്നെ ഇച്ചിരി സമയമുണ്ടേ ഓർക്കണം. കാത്തിരിക്കുന്നവര് മുഴുവൻ സമയവും കാത്തിരിക്കുക ചെയ്യുന്നതെന്ന്.